എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ടോട്ടലി 4 സബ്ജക്ട്സ് ആണ് ഫസ്റ്റ് സെമസ്റ്ററിലുള്ളത്. അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി. അതിൽ അനാട്ടമി, ഫിസിയോളജിയിൽ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ചാപ്റ്ററാണ്, കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് അനാട്ടമി ഓർ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫിസിയോളജി. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ഓഫ് അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്നുള്ള ഈ 2 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ പഠിക്കുന്നത് ബേസിക് ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഏതൊക്കെ റീജിയൻസ് നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നറിയപ്പെടുന്ന സെല്ല്, അതുപോലെ തന്നെ സെല്ലിനകത്തുള്ള ഓരോ ഓർഗനൽസ്, ഇവയെല്ലാം നമ്മൾ അനാട്ടമിയിൽ പഠിക്കുമ്പോൾ ഈ സെല്ലിനകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ നമ്മൾ ഫിസിയോളജിയിൽ പഠിക്കുന്നുണ്ട്. സെൽ സൈക്കിൾ പഠിക്കുന്നുണ്ട്, അതായത് സെല്ല് എങ്ങനെയാണ് ഒരു സെല്ലിൽ നിന്ന് മൾട്ടിപ്പിൾ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ഫിസിയോളജി. ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇതൊന്നുമല്ല, പകരം പലരും നെഗ്ലക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനും എന്നാൽ എക്സാമിന് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് അക്രോസ് സെൽ മെംബ്രെയിൻ. എന്താണ് ഈ ട്രാൻസ്പോർട്ട് അക്രോസ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്? അപ്പം നമ്മൾ സെല്ലിനെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ സെല്ലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇതുവരെയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് സെല്ലിനെ കുറിച്ചൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കേട്ട് പഠിക്കാവുന്നതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് 10 മാർക്കിൻ്റെ എസ്സേ ഒന്നും നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട. പകരം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് ചോദിക്കും. സോ അത് കണക്കാക്കി തന്നെ ഇത് പഠിക്കുക. സോ അത് കൂടാതെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തറവായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അഡ്വാൻസ്ഡ് ടോപ്പിക്കുകൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. സോ എപ്പോഴും ബേസിക് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിലൂടെ ഒരു ബേസിക് ഐഡിയ എന്താണ് സെല്ല്, സെല്ലിനകത്തുള്ള ഡിഫറെൻറ്റ് ഓർഗനൽസ് എന്തൊക്കെയാണ്. അപ്പോൾ സെൽ ഓർഗനൽസ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് സെൽ മെംബ്രെയിൻ ആണ്. സെല്ലിൻ്റെ ഏറ്റവും പുറമെയുള്ള ഔട്ടർ കവറിങ്ങിനെ എന്ത് പറയുന്നു? സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നു. ഈ പ്ലാസ്മ മെംബ്രെയിൻ തന്നെ ഫീച്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞ് തന്നെ 5 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. അത്രത്തോളം കണ്ടന്റ് സെൽ മെംബ്രെയിനിന് പഠിക്കാനുണ്ട്. ഇത് കൂടാതെ ഇതിനുള്ളിൽ സെല്ലിനുള്ളിലായിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിന് സൈറ്റോസോൾ അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. ഈ സൈറ്റോപ്ലാസത്തിനുള്ളിൽ നിന്ന് പലതരത്തിലുള്ള ഓർഗനല്ലേ, അതായത് സെൻട്രോസോം, സെൻട്രിയോൾസ്, സൈറ്റോസ്കെൽറ്റൻ, പ്ലാസ്മ മെംബ്രെയിൻ, പിന്നെ സീലിയ, പ്രോട്ടിയോസോംസ്, റൈബോസോംസ്, പെരോക്സിസോംസ്, ലൈസോസോംസ്, ഗോൾഗി അപ്പാരറ്റസ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഓർഗനൽസ് ഓരോ സെല്ലുകൾക്കുള്ളിലും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം, ഞാൻ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്നാൽ ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്യാത്ത മറ്റൊരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു സെല്ലിൻ്റെ ഔട്ടർ കവറിങ് ആയിട്ടുള്ള സെൽ മെംബ്രെയിനിലൂടെ പുറത്തോട്ടും അകത്തോട്ടും പല സബ്സ്റ്റൻസസും മൂവ് ചെയ്യാറുണ്ട്. സെൽ മെംബ്രെയിനിലൂടെ ഫ്രീലി ഏതൊരു സബ്സ്റ്റൻസിനും സെല്ലിനകത്തോട്ടും പുറത്തോട്ടും പോകാൻ പറ്റത്തില്ല. ചില സബ്സ്റ്റൻസുകൾ ഫ്രീലി അതവിടെ എനർജി ഒന്നും ആവശ്യമില്ലാതെ തന്നെ, മറ്റൊരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ സെല്ലിനകത്തോട്ടും പുറത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ മറ്റു ചില സബ്സ്റ്റൻസുകൾ ചില പ്രത്യേക മെക്കാനിസങ്ങളിലൂടെ, ചില അഡ്വാൻസ്ഡ് യൂസ് ഓഫ് എനർജിയിലൂടെ മാത്രമാണ് പുറത്തോട്ടും അകത്തോട്ടുമുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. സോ അവിടെ ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസംസ് ആണ് ഉള്ളത്, അവ ഓരോന്നിൻ്റെ പ്രത്യേക എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പല യൂണിവേഴ്സിറ്റികളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. 5 മാർക്കിന് ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട് എന്ത്? ട്രാൻസ്പോർട്ട് അക്രോസ് സെൽ മെംബ്രെയിൻ. ട്രാൻസ്പോർട്ട് അക്രോസ് സെൽ മെംബ്രെയിൻ 5 മാർക്കിന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ KUHS കേരള യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ RGHSലോ എന്ന് മാത്രമല്ല, പല യൂണിവേഴ്സിറ്റികൾ NDRലായാലും KNRലായാലും RGHSലായാലും അതുപോലെ തന്നെ KUHSലായാലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ 5 മാർക്കിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുമെങ്കിൽ 2 മാർക്കിന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ മറ്റു ക്വസ്റ്റ്യൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ചോദിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് പലതരത്തിലുള്ള മെത്തേഡ്സ് ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ഉണ്ട്. അവ തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ 2 മാർക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു എക്സാം, നമ്മുടെ സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ആയതിനു ശേഷം വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ MCQs ഉണ്ട് അല്ലേ. അപ്പോൾ ആ
MCQലും ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് 1-2 MCQ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ടോപ്പിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ യുവർ എക്സാംസ് ഓൾസോ. നിങ്ങളുടെ അപ്കമിങ് എക്സാംസിനും പ്രതീക്ഷിക്കാവുന്ന ഒരു ഫിസിയോളജി ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ട് അക്രോസ് മെംബ്രെയിൻ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് അക്രോസ് സെൽ മെംബ്രെയിൻ. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ പഠിക്കുന്നതിന് മുമ്പേ സെൽ അറിയാനിരിക്കണം. അപ്പോൾ സെല്ലിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്പോർട്ട് അക്രോസ് സെൽ മെംബ്രെയിൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അത് നിങ്ങൾ ആൻസർ ചെയ്യാൻ തയ്യാറായിരിക്കും. അത് ഞാൻ ഉറപ്പ് തരുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഷുവർട്ടി കിട്ടത്തില്ല. സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ചിരുന്ന് ക്ലാസ് ഒന്ന് കേട്ട് ഒന്ന് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ഒന്ന് കുറിച്ചെടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോർ ദാൻ എനഫ് ടു ക്ലിയർ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ധൈര്യമായിട്ട് ഈ ആൻസേഴ്സ് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഡീറ്റെയിൽസിലോട്ട് പോകാം. ഏതൊക്കെ തരത്തിലുള്ള മെത്തേഡുകളാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സെൽ മെംബ്രെയിൻ്റെ, നമ്മൾ ഈ ഒരു പിക്ചറിൽ സെല്ലിന് പുറമെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തുണി കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു മെംബ്രെയിനാണ് നമ്മളിവിടെ കാണുന്നത്. ബട്ട് മൈക്രോസ്കോപ്പിക്കലി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തറോ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സെൽ മെംബ്രെയിൻ തന്നെ എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു അത് മാത്രം തന്നെ 5 മാർക്കിന് ചോദിക്കാനുള്ള ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം നമ്മുടെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. അതായത് ഫോസ്ഫോലിപ്പിഡ്, ഫോസ്ഫേറ്റും അതുപോലെ ലിപ്പിഡും അടങ്ങിയ കോമ്പിനേഷൻ 2 എണ്ണം ചേർന്ന് വരും. ഇവിടെയും ഉണ്ട് അല്ലെ. അങ്ങനെ 2 എണ്ണം ചേർന്ന് ബൈലെയർ ആയിട്ടുള്ളതാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ സെൽ മെംബ്രെയിനകത്ത് തന്നെ കൊളസ്ട്രോൾ ഉണ്ട്, ചില ഗേറ്റഡ് ചാനലുകൾ ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്, ഇൻ്റഗ്രൽ പ്രോട്ടീൻ, ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ ഹൈഡ്രോഫിലിക് എൻഡ്, നമ്മുടെ ഈ ഒരു ഫോസ്ഫോലിപ്പിഡ് ലെയറിൽ തന്നെ ഹൈഡ്രോഫിലിക് എൻഡുമുണ്ട്, അതുപോലെ ഹൈഡ്രോഫോബിക് ടെയിലുകളുണ്ട്. വെള്ളം അഫിനേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ വെള്ളത്തിനോട് അവേർഷൻ ഉള്ളതുമായിട്ടുള്ള 2 തരത്തിലുള്ള എൻഡുകൾ ഓരോ ലെയറിനകത്തും വരുന്നുണ്ട്. അതായത് വെള്ളത്തിൽ ചേർന്ന് പോകുന്നു. നമ്മളുടെ എണ്ണയും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. കൊളസ്ട്രോൾ കണ്ടന്റ് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് വ്യത്യാസമുണ്ട്. നമ്മുടെ വെള്ളത്തിൽ മിക്സ് ആകത്തില്ല അല്ലെ, തറവായിട്ട് അവിടെ മിക്സ് ആകത്തില്ല. അതുപോലെ തന്നെ ഇവിടെ വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു എൻഡും വെള്ളം ഹെയ്റ്റ് ചെയ്യുന്ന ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു എൻഡും ഈ ഒരു ലെയറിനകത്ത് ഓരോ ലെയറിനകത്തും വരുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പഠിക്കാനുണ്ട്. സോ അതും നമ്മളിവിടെ പഠിക്കുന്നില്ല. പകരം ഈ സെൽ മെംബ്രെയിനിലോട്ട്, അതായത് സെല്ലിന് പുറമേ ഉള്ളത് എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലാർ കമ്പാർട്ട്മെന്റ് ആണ്. സെല്ലിനകത്തുള്ള സ്പേസിനെ ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റ് എന്നാണ് പറയുന്നത്. ഈ എക്സ്ട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റിൽ നിന്നും പാർട്ടിക്കിൾസ് ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റിലോട്ട് മൂവ് ചെയ്യാനും ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റിലുള്ള വസ്തുക്കൾ, തിങ്സ്, സബ്സ്റ്റൻസസ് ഔട്ടർ എക്സ്ട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റിലോട്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുക? സിംപ്ലി ഏത് സബ്സ്റ്റൻസിനും ഉള്ളിലോട്ടും പുറത്തോട്ടും പോകാൻ പറ്റുമോ? ഇല്ല, ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് നോട്ട്. ഓക്കെ, നമുക്ക് ഒരിക്കലും അത് സാധ്യമാകത്തില്ല. എന്നാൽ അവിടെ ചില സബ്സ്റ്റൻസസ് തീർച്ചയായിട്ടും നമുക്കവിടെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തേ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ മെത്തേഡുകളിലൂടെയാണ് സാധ്യമാകുന്നത്? ഇവിടെ നോക്കൂ, ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അബൌട്ട് ദ ട്രാൻസ്പോർട്ട് അക്രോസ് സെൽ മെംബ്രെയിൻ. ദർ ആർ മെയിൻലി 2 സ്റ്റെപ്സ്. അതായത് പ്രധാനമായിട്ട് 2 തരം പ്രോസസ്സുകളിലൂടെയാണ് ഈ സെൽ മെംബ്രെയിനിൽ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. സെല്ലിനകത്തു നിന്ന് പുറത്തോട്ടും പുറത്തു നിന്ന് അകത്തോട്ടും വസ്തുക്കൾ അല്ലെങ്കിൽ തിങ്സ് മൂവ് ചെയ്യുന്നതിന് 2 തരത്തിലുള്ള പ്രോസസ്സുകളാണ് ഇവിടെ സാധ്യമായിട്ടുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് പാസീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്, മറ്റൊന്ന് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്. അപ്പോൾ എന്താണ് ഈ പാസീവും ആക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം? പാസീവ് മീൻസ് വിത്തൗട്ട് യൂസ് ഓഫ് എനർജി യൂസ് ചെയ്യാതെയുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ മെക്കാനിസത്തിനെ എന്ത് പറയുന്നു? പാസീവ് ട്രാൻസ്പോർട്ട് പ്രോസസ് എന്ന് പറയുന്നു. ഇൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ്, here we need energy, we use energy. ഓക്കെ, എന്ത് യൂസ് ചെയ്യുന്നു? എനർജി യൂസ് ചെയ്തിട്ടുള്ള മെക്കാനിസം ആണെങ്കിൽ അതിനെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസം എന്നാണ് പറയുന്നത്. സോ എന്താ പറഞ്ഞത്? സെൽ മെംബ്രെയിനിലൂടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ 2 തരം മെക്കാനിസം ഉണ്ട്, പാസീവും ആക്റ്റീവും. പാസീവ് മീൻസ് ദർ ഈസ് നോ നീഡ് ഓഫ് എനി എനർജി. ആക്റ്റീവ് മീൻസ് വി നീഡ് എനർജി ടു ട്രാൻസ്പോർട്ട് തിങ്സ്. ഫസ്റ്റ് നമുക്ക് പാസീവിനെ നോക്കൂ. പാസീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്സുകളിൽ തന്നെ മെയിനായിട്ട് 2 മെത്തേഡുകളുണ്ട്. ഒന്ന് ഡിഫ്യൂഷനും മറ്റൊന്ന് ഓസ്മോസിസും. ഫ്രം ദ സ്കൂൾ ക്ലാസ്സസ്, നമ്മുടെ ഒരു 8th
8ാം ക്ലാസ് മുതൽ 8th 9th 10th ആ ക്ലാസ്സുകൾ മുതൽ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള 2 ടേംസ് ആണ് എന്താണ് ഡിഫ്യൂഷൻ, എന്താണ് ഓസ്മോസിസ്. അവിടെ നമ്മൾ ജസ്റ്റ് സിമ്പിൾ ഒരു ഡെഫിനിഷൻ മാത്രമേ പഠിച്ചുള്ളൂ. പക്ഷേ നഴ്സിങ്ങിന് വരുമ്പോൾ അത് പോരാ. ആ സിമ്പിൾ ഡെഫിനിഷൻ മാത്രം നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ 1/2 മാർക്കിനുള്ളതേ ആകുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് 5 മാർക്കിന്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4.5 അല്ലെങ്കിൽ മാക്സ് 5 പറ്റുന്നിടത്തോളം 5 അല്ലെങ്കിൽ മിനിമം 4.5 മാർക്കെങ്കിലും നേടുക എന്നുള്ളതാണ്. സോ വി ഹാവ് ടു സ്റ്റഡി തറൗലി. അതിൻ്റെ ഓരോ ടോപ്പിക്സ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. സോ പാസീവ് ട്രാൻസ്പോർട്ടിൽ 2 മെക്കാനിസം വരുന്നു, ഡിഫ്യൂഷനും ഓസ്മോസിസും. ഡിഫ്യൂഷനിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. നെക്സ്റ്റ് വൺ ഓസ്മോസിസ്. അവിടെ നമുക്ക് ഓസ്മോസിസ് ഒരു ടൈപ്പേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ 2 ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ സഹായിക്കുന്നതാണ്, ഓസ്മോസിസ് നടക്കാൻ സഹായിക്കുന്ന ഒരു പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. പിന്നെ ആ ഒരു സൊല്യൂഷൻ്റെ ടോണിസിറ്റി. ഇത് രണ്ടും ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്സാണ്. അതിൽ പ്രധാനപ്പെട്ട 4 ടൈപ്പ് അവിടെ വരുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് നോക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകാം. ഫസ്റ്റ് വൺ പ്രൈമറി, സെക്കൻഡ് വൺ സെക്കൻഡറി, തേർഡ് വൺ carrier type, fourth one vesicular transport process like endocytosis, pinocytosis, exocytosis. These are the different types of vesicular transport process. Totally ഇത്രയും പ്രോസസ്സുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ കഴിയുകയാണ്. ഫസ്റ്റ് നമുക്ക് പാസീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. What is meant by passive transport process? I told you here substances are moved across the cell membrane without any energy expenditure by the cell. സെല്ലിൻ്റെ സെൽ മെംബ്രെയിനിലൂടെ വസ്തുക്കൾ സബ്സ്റ്റൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന് അവിടെ എന്ത് യൂസ് ചെയ്യുന്നില്ല, എനർജി യൂസ് ചെയ്യുന്നില്ല. അതിനെ പാസീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. സോ എന്തൊക്കെയാണ് 2 ടൈപ്പ് ഉള്ളത്, ഡിഫ്യൂഷനും ഓസ്മോസിസും. നമുക്ക് ആദ്യം ഡിഫ്യൂഷൻ ഒന്ന് നേരിട്ട് നന്നായിട്ട് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫ്യൂഷൻ ഈസ് എ പാസീവ് പ്രോസസ്. ദർ ഈസ് നോ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എനർജി ഈസ് റിക്വയർഡ്, by which molecules move from areas of higher concentration to areas of lower concentration down their chemical gradient, and cations move to negatively charged areas whereas anions move to positively charged areas. So അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡൗൺ ഹിൽ എഫക്റ്റ് എന്നാണ് പറയുന്നത്, ഡൗൺ ദെയർ ഇലക്ട്രിക്കൽ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഇതെന്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഇതൊരു പാസീവ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എനർജി ആവശ്യമില്ല എന്നാണ്. അതുകൂടാതെ എന്താണ് ഈ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു സൊല്യൂഷനകത്ത്, നമ്മളൊരു സോൾവെൻറ്റിനകത്ത് സൊല്യൂട്ട് മിക്സ് ചെയ്ത് വെച്ചൊക്കെയാണ്. പക്ഷേ ചില ഭാഗത്ത് ഈ സൊല്യൂഷൻ്റെ കുറച്ച് ഭാഗത്ത് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും മറ്റു കുറച്ച് ഭാഗത്ത് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവുമാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ദിസ് സൊല്യൂട്ട്, ദാറ്റ് ഈസ് ദ മോളിക്യൂൾസ്, വിൽ ബി മൂവിങ് ഫ്രം ദ ഹയർ കോൺസെൻട്രേഷൻ ഏരിയ ടു ലോവർ കോൺസെൻട്രേഷൻ ഏരിയ. ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ. എനർജി യൂസ് ചെയ്യാതെ തന്നെ സൊല്യൂഷനകത്ത് ഹയർ കോൺസെൻട്രേഷനുള്ള സൊല്യൂട്ട്സ് ആ ഭാഗത്തു നിന്നും ലോവർ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ, അതായത് സൊല്യൂട്ട് കുറവുള്ള ഭാഗത്തോട്ട് മൂവ് ചെയ്ത് ഈ സൊല്യൂഷൻ്റെ എല്ലാ ഭാഗത്തും സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആക്കി മാറ്റുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ചിലത് പോസിറ്റീവ് ചാർജ്ഡ് ആയിരിക്കാം, ചിലത് നെഗറ്റീവ് ചാർജ്ഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ കാറ്റിയോൺസ് അതായത് പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള കാറ്റിയോൺസ് എന്ത് ചെയ്യുന്നു? cations, positive charged molecules move to negatively charged area. Positive charged molecules will be moving to negative charged area, and anions, that is negative charged molecules, will be moving to positive charged areas. That is opposite sign lote move cheyunnu. This process is known as diffusion. Now we understood what is meant by diffusion. Diffusion is a passive process. That means there is no need of any energy sources. Here solute, that is molecules, not solvent. Solute ആണ്. ആ ഒരു ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഉപ്പ്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്ത് വെക്കുന്നു. ഉപ്പ് നമ്മളിട്ട് കലക്കിയപ്പോൾ അവിടെ കുറച്ച് ഭാഗത്ത് ഉപ്പ് നല്ല അളവ് കൂടുതലാണ്, മറ്റൊരു ഭാഗത്ത് ഉപ്പ് കുറവാണ് കോൺസെൻട്രേഷൻ എങ്കിൽ ഈ
അളവ് കൂടിയ ഭാഗത്ത്, ഉപ്പ് കൂടിയ അല്ലെങ്കിൽ ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും ഈ മോളിക്യൂൾസ് ഉപ്പിൻ്റെ അളവ് കുറവുള്ള ഭാഗത്തോട്ട് മൂവ് ചെയ്യുന്നു. ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യുന്നു. ഇതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ സൊല്യൂഷൻ ഈക്വൽ കോൺസെൻട്രേഷനാക്കി മാറ്റുന്നു. അതിൽ തന്നെ ഈ മോളിക്യൂൾസിന് ചാർജ് ഉണ്ട്. കാറ്റിയോൺസിന് പോസിറ്റീവ് ചാർജാണ്. ആ കാറ്റിയോൺസ് നെഗറ്റീവ് ചാർജിലോട്ട് മൂവ് ചെയ്യുകയും ആനിയോൺസ്, പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആനിയോൺസ് നെഗറ്റീവ് ചാർജ് ഏരിയയിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് ഈ ഒരു ഡിഫ്യൂഷൻ നടക്കുന്നത്. എന്നാൽ ഈ ഡിഫ്യൂഷനിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ സിമ്പിൾ ഡിഫ്യൂഷൻ, അനദർ വൺ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. We can see what is meant by simple diffusion. Characteristics features: it occurs because the heat content of the solution keeps a solvent and the solute particles of the solution is constant motion. അതായത് ഒരു സൊല്യൂഷൻ നമ്മൾ എടുത്തു വെക്കുമ്പോൾ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ് റീസെൻ്റ്ലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞു തരാം. അതായത് ഒരു സൊല്യൂഷനിൽ അതിനുള്ളിലുള്ള ടെമ്പറേച്ചർ, ഹീറ്റ്, ചൂട്, ഈ ആ ഒരു ടെമ്പറേച്ചർ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇതിനകത്തുള്ള സോൾവെൻറ്റ് പാർട്ടിക്കിൾസ്, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സോൾവെൻറ്റും ഉണ്ടാകും, സൊല്യൂട്ടും ഉണ്ടാകും. അതിലുള്ള ആ ജലാംശം, വാട്ടറി കണ്ടൻറ്റ്, അതിനെയാണ് സോൾവെൻ്റ് നമ്മൾ പറയുന്നത്. അതിൽ മിക്സ് ചെയ്യുന്ന പദാർത്ഥത്തിന് സൊല്യൂട്ട് എന്നാണ് പറയുന്നത്. ഇത് അതിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് ഇത് കണ്ടിന്യൂസ്ലി കോൺസ്റ്റൻ്റ്ലി ഈ മോളിക്യൂൾസ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അവിടെ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? നെറ്റ് മൂവ്മെൻറ്റ് ഡ്രോപ്സ്. അവിടെ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണ്? നെറ്റ് മൂവ്മെൻറ്റ് സ്റ്റോപ്സ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഈസ് ഈക്വൽ എവരിവെയർ. ഇങ്ങനെ നമ്മുടെ സൊല്യൂട്ട്, അവിടെ ആ സൊല്യൂഷനകത്ത് ഇങ്ങനെ എല്ലാ ഭാഗത്തോടും മൂവ് ചെയ്ത് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ആകും. എപ്പോൾ സ്റ്റോപ്പ് ആകും? വെൻ ദ സൊല്യൂഷൻ കോൺസെൻട്രേഷൻ ബിക്കം ഈക്വൽ എവരിവെയർ. ആ സൊല്യൂഷൻ്റെ എല്ലാ ഭാഗത്തും അതിനകത്തുള്ള സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആകുമ്പോൾ അതിനെ നമ്മൾ പറയും? അതിനെ സംഭവിക്കും? അവിടെ മൂവ്മെൻറ്റ്, ആ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ആകും. ഓക്കെ, അപ്പോൾ അതായത് അതിൻ്റെ അർത്ഥം അവിടെ ഡിഫ്യൂഷണൽ ഇക്വിലിബ്രിയം സംഭവിച്ചു. എല്ലാ ഭാഗത്തും സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഈക്വലായി. അതുകൊണ്ട് അവിടെ ഫർദർ മൂവ്മെൻറ്റ് ആവശ്യമില്ല. അതായത് റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിന് അനാട്ടമിയിൽ, ഫിസിയോളജി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫ്യൂഷൻ്റെ തോത് കൂട്ടുന്നതിന് സഹായിക്കുന്ന ഫാക്ടർ ഏതാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്ഷനിൽ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പല ABCD 4 ഓപ്ഷൻസ് കൊടുത്തിരുന്നു. അതിൽ ഒന്ന് ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂഷനാണ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ബിക്കോസ് ടെമ്പറേച്ചർ ഓഫ് ദ കറക്റ്റ്, അവിടെ ആ ഒരു സൊല്യൂഷൻ്റെ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ മൂവ്മെൻറ്റ്, അവിടെ ഡിഫ്യൂഷനും അവിടെ കൂടുന്നു. സോ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൂവ്മെൻറ്റ് ഓഫ് ദ കണ്ടന്റ് ഓർ മോളിക്യൂൾസ്. അത് ഹീറ്റ് കൂടുന്നതനുസരിച്ച് കണ്ടന്റ്, ആ ഒരു മോളിക്യൂൾസും മൂവ് ചെയ്യുന്നത് കൂടുന്നു. അതിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ആകുന്നത് എപ്പോഴാണോ സൊല്യൂഷൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ ഈക്വൽ ആകുന്നത്, എല്ലാ ഭാഗത്തും ഈക്വൽ ആകുന്നത്, അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ആകുന്നു. ഓൾദോ റാൻഡം മൂവ്മെൻറ്റ്സ് ഓഫ് ദ മോളിക്യൂൾസ് കണ്ടിന്യൂ ആഫ്റ്റർ ഡിഫ്യൂഷണൽ ഇക്വിലിബ്രിയം ഈസ് അച്ചീവ്ഡ്, ദ കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസ് ത്രൂ ഔട്ട് ദ സൊല്യൂഷൻ റിമൈൻസ് ദ സെയിം. എന്നാൽ അവിടെ ഈ ഡിഫ്യൂഷണൽ ഇക്വിലിബ്രിയം ആകുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ആകുമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഒന്നും തന്നെ മൂവ് ചെയ്യത്തില്ല എന്നല്ല, ചിലപ്പോൾ റാൻഡമായിട്ട് 1-2 മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. പക്ഷെ എന്നാൽ പോലും ആ മൂവ് ചെയ്താൽ പോലും എല്ലാ ഭാഗത്തും കോൺസെൻട്രേഷൻ, മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ സെയിം തന്നെയായിരിക്കും. സോ ദീസ് ആർ ദ സം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഡിഫ്യൂഷൻ ഹാപ്പനിങ്. അവിടെ സിമ്പിൾ ഡിഫ്യൂഷനിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ചൂട് കൂടുന്നതനുസരിച്ച് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കോൺസ്റ്റന്റ് മോഷൻ, മൂവ്മെൻറ്റിൽ ആയിരിക്കും. എന്നാൽ അതിൽ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും കോൺസെൻട്രേഷൻ ഈക്വൽ ആയി കഴിയുമ്പോൾ ആ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ആകുന്നു. ഇത് കൂടാതെ റാൻഡം മൂവ്മെൻറ്റ് നടക്കുമെങ്കിലും ആ സൊല്യൂഷനുള്ളിൽ റാൻഡം മൂവ്മെൻറ്റ് നടക്കുമെങ്കിലും അതിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി രണ്ടാമതുള്ളത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താണ് ഫെസിലിറ്റേറ്റഡ്? സിമ്പിൾ ഡിഫ്യൂഷൻ ഇവിടെ നോക്കൂ, കോൺസ്റ്റൻ്റ്ലി കണ്ടിന്യൂസ്ലി അതിൻ്റെ റേറ്റിങ്ങിന് കൂടിക്കൊണ്ടേയിരിക്കും. സിമ്പിൾ ഡിഫ്യൂഷൻ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. ഇതാണ് ഈ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത. എന്നാൽ ഡിഫ്യൂഷൻ്റെ രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? Characteristics features. It is a carrier mediated process that enables molecules that are too large to flow from membrane channel by simple diffusion. Simple diffusion വഴി സെൽ മെംബ്രെയിൻ വഴി ട്രാൻസ്പോർട്ടേഷൻ നടക്കാൻ പറ്റാത്ത
വലിപ്പം കൂടിയ ലാർജ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ ഇങ്ങനെ ഡിഫ്യൂഷൻ നടത്തണമെങ്കിൽ അവിടെ നമുക്ക് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ തന്നെ നടക്കണം. അവിടെ ആര് വേണം ആ ഒരു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കാൻ? ചില കാരിയറുകൾ നമുക്കവിടെ വേണം. കാരിയർ മീഡിയേറ്റഡ് പ്രോസസ്സാണ്. ഈ ഒരു കാരിയറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് മോളിക്യൂൾസ് എന്ത് ചെയ്യാൻ പറ്റും? വലിയ മോളിക്യൂൾസ് നമുക്ക് മെംബ്രെയിനിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഉള്ളിലോട്ടും പുറത്തോട്ടും പോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ബൈ ദ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ, അതായത് ഗ്ലൂക്കോസ് സെല്ലിൻ്റെ പുറത്തുനിന്ന് ഗ്ലൂക്കോസ് സെല്ലിനുള്ളിലോട്ട് വരാനും അകത്തു നിന്ന് പുറത്തോട്ട് ഗ്ലൂക്കോസ് പോകണമെങ്കിൽ അതിനൊരു കാരിയർ അവിടെ വേണം. അതിന് എന്തു പറയുന്നു? ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഗ്ലൂട്ട് എന്നാണ് പറയുന്നത്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഡിഫ്യൂഷൻ നടക്കുന്നത്. ബിക്കോസ് ഗ്ലൂക്കോസ് ഇസ് എ big size molecule across intestinal epithelium, and the transport of glucose into RBC, muscles, adipose tissues in the presence of insulin. ഇൻസുലിൻ്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് RBC റെഡ് ബ്ലഡ് സെൽസിനുള്ളിലോട്ടും അതുപോലെ മസിൽസിനുള്ളിലോട്ടും അഡിപ്പോസ് ടിഷ്യൂസിനുള്ളിലോട്ടും ഒക്കെ പോകണമെങ്കിൽ അവിടെ നമുക്ക് സിമ്പിൾ ഡിഫ്യൂഷൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ ലാർജ് സൈസ്ഡ് മോളിക്യൂൾസ്, ഇറ്റ് നീഡ്സ് എ കാരിയർ ടു ഹാപ്പൻ ഡിഫ്യൂഷൻ. അപ്പോൾ അതുകൂടാതെ ഡിഫ്യൂഷനേക്കാളും ഈ ഒരു സിമ്പിൾ ഡിഫ്യൂഷനേക്കാളും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ തോത്, അളവ് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടത് നടക്കുന്നു. ഇറ്റ് ഇസ് മോർ റാപ്പിഡ് ദാൻ സിമ്പിൾ ഡിഫ്യൂഷൻ. അത് നിങ്ങൾ നോട്ട് ചെയ്തുള്ള, കാരണം സിമ്പിൾ ഡിഫ്യൂഷൻ ഇവിടെ ഇത് സ്റ്റഡി റേറ്റിൽ കൂടുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഒന്ന് ഹയർ തോതിലാണ് ഇവിടെ കൂടുന്നത്. That is another feature. Okay, next one. The carrier protein undergoes repetitive spontaneous configurational changes during which the binding site of substance is alternatively exposed to the ICF, intracellular fluid and extracellular fluid. നമ്മുടെ ഈ കാരിയർ ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ് നമ്മുടെ ഈ ഒരു സബ്സ്റ്റൻസിനെ സെല്ലിനകത്തോട്ടും പുറത്തോട്ടും കൊണ്ടുപോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അവിടെ ഈ ഒരു കാരിയറിന് ബൈൻഡിങ് സൈറ്റിന് കാര്യമായിട്ടുള്ള കോൺഫിഗറേഷൻ ചേഞ്ചസ് അവിടെ ഉണ്ടാകും. ദാറ്റ് ഈസ് അനദർ ഫീച്ചർ. നെക്സ്റ്റ് വൺ, its rate of diffusion increases with the increase in concentration gradient to reach a plateau when all the binding site on the carrier proteins are filled. എപ്പോഴാണ് നമ്മുടെ കാരിയർ പ്രോട്ടീനാണ് ഇത് വഹിച്ചു കൊണ്ട് പോകുന്നത്, ഈ കാരിയർ പ്രോട്ടീൻ്റെ ബൈൻഡിങ് സൈറ്റുകൾ എപ്പോഴാണോ ഫുള്ളാകുന്നത് ആ സമയത്ത് അവിടെ ഡിഫ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത് സ്റ്റഡി റേറ്റ് ആയിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് ഇതിന് എന്ത് പറയുന്നു? സാച്ചുറേഷൻ എന്നാണ് പറയുന്നത്. there are many types of carrier protein in membrane, each type having binding sites that are specific for particular substance. അവിടെ നമ്മുടെ ശരീരത്തിൽ മെംബ്രൈൻസിൽ പലതരത്തിലുള്ള കാരിയർ പ്രോട്ടീൻസ് ഉണ്ട്. ഇൻറ്റഗ്രൽ പ്രോട്ടീൻ ഉണ്ട്, പെരിഫറൽ പ്രോട്ടീൻ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ടെങ്കിലും ഓരോ സബ്സ്റ്റൻസിനും ഗ്ലൂക്കോസിന് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ, അങ്ങനെ ഓരോ സബ്സ്റ്റൻസിനും അതിൻ്റെ പർട്ടിക്കുലർ ട്രാൻസ്പോർട്ട് സബ്സ്ട്രേറ്റ് അവിടെ സൈറ്റ് അവിടെ ഉണ്ടാകും. അത് തന്നെ നിർബന്ധമാണ്. ദാറ്റ് ഈസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പറഞ്ഞത്? കാരിയർ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് വലിയ സൈസിലുള്ള മോളിക്യൂൾസിനാണ് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി കൊണ്ടുപോകാൻ പറ്റാത്തത്. അതുപോലെ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കാരിയർ വേണം. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടറും അതുപോലെ ഗ്ലൂക്കോസ് RBCക്കുള്ളിൽ മസിലിനുള്ളിൽ അഡിപ്പോസ് ടിഷ്യൂനുള്ളിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമുക്കിവിടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഒരു ഒൺവേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ സിമ്പിൾ ഡിഫ്യൂഷനേക്കാളും ഫാസ്റ്റാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അവിടെ കണ്ടിന്യൂസ്ലി ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും എക്സ്പോസ് ആകുന്നത് കാരണം ബൈൻഡിങ് സൈറ്റിൽ കോൺഫിഗറേഷൻ ചേഞ്ചസ് അവിടെ ഉണ്ടാകും. എപ്പോഴാണോ കാരിയർ പ്രോട്ടീൻ്റെ ബൈൻഡിങ് സൈറ്റ് കംപ്ലീറ്റ്ലി അവിടെ ഫിൽഡ് ആകുന്നത്. സോ ദിസ് ഗ്രാഫ് ദാറ്റ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ വിൽ ബി പ്ലാറ്റ്യൂ, ഒരു പ്ലാറ്റ്യൂ പൊസിഷനിലോട്ട് പോകുന്നു. നെക്സ്റ്റ്, ഇങ്ങനെ ഫുള്ളി ഫിൽഡ് ആയി കഴിഞ്ഞാൽ ഇതിനെ സാച്ചുറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓരോ ടൈപ്പ് കാരിയർ മോളിക്യൂൾസിനും ഓരോ ടൈപ്പ് കാരിയർ പ്രോട്ടീൻ സ്പെസിഫിക് ആയിട്ട് കാണപ്പെടുന്നു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത് പാസീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്സാണ്. അതിൽ ആദ്യത്തെ ഒരു സെക്ഷൻ ഡിഫ്യൂഷൻ നമ്മളിവിടെ ഫിനിഷ് ആക്കി. ഡിഫ്യൂഷനിൽ സിമ്പിളും ഫെസിലിറ്റേറ്റർ. സോ ഐ തിങ്ക് യു ഓൾ ഗോട്ട് ദിസ് ടോപ്പിക്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓസ്മോസിസ്. നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇപ്പം തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവും, ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അല്ലേ, ആരൊക്കെയാണോ അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി ഏത് സെമസ്റ്ററിലായാലും ക്ലാസ്സുകൾ പഠിക്കാൻ അല്ലെങ്കിൽ കണ്ടൻറ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നത് അവരോട് നമ്മുടെ ചാനലും നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക.
പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിതിൻ ഹാഫ് ആൻ അവർ അവിടെ നിങ്ങൾക്ക് വിതിൻ 10 മിനിറ്റ്സ് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സിലബസിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സസ് വളരെ ചെറിയൊരു ഫീസിൽ ലഭിക്കുന്ന ഒരു കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്, നോട്ട്സ്, എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, MCQs ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്തുണ്ടാകുന്ന ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ ഞങ്ങൾ ആക്കി തരാം. അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് പറയുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ഓസ്മോസിസ് ആണ്. എന്താണ് ഓസ്മോസിസ്? Osmosis is the passive flow of the solvent. That is the main difference. Diffusion അവിടെ solute, that molecule was moving. അല്ലേ, ആ ഒരു സൊല്യൂട്ട് ആയിരുന്നു ആ സൊല്യൂഷനിൽ മൂവ് ചെയ്യുന്നത്. എന്നാൽ ഓസ്മോസിസിൽ എന്താണ് മൂവ് ചെയ്യുന്നത്? സോൾവെന്റ് ആണ് അവിടെ മൂവ് ചെയ്യുന്നത്. അതായത് അതിനകത്തുള്ള സൊല്യൂഷൻ, അതിന്റെ വാട്ടർ കണ്ടന്റ് ആണ് അവിടെ മൂവ് ചെയ്യുന്നത്. ഓസ്മോസിസ് ഇസ് ദ പാസീവ് ഫ്ലോ ഓഫ് സോൾവെന്റ്. എക്സാമ്പിൾ, വാട്ടർ അക്രോസ് എ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ, അതായത് എല്ലാ വസ്തുക്കളെയും ഫ്രീലി കണക്ട് ചെയ്ത് വിടത്തില്ല, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യത്തില്ല, മൂവ് ചെയ്യിപ്പിക്കത്തില്ല. പകരം സെലക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് മാത്രം പെർമിറ്റ് ചെയ്യുന്ന പെർമിയബിൾ ആയിട്ടുള്ള ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതുവഴി വാട്ടർ കണ്ടന്റ് ഒരു കമ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു കമ്പാർട്ട്മെന്റിലോട്ട് മൂവ് ചെയ്യുന്നു. ഇതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ദർ ഇസ് നോ മൂവ്മെന്റ് ഓഫ് solute. Osmosis is the passive flow of the solvent, example water across a selective permeable membrane into a region where there is higher concentration of solute to which the membrane is impermeable. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഒരു ജാറിൽ വെള്ളം ഉണ്ട്, അതിനകത്ത് എന്തോ മോളിക്യൂൾസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഇടയ്ക്കായിട്ട് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ടുണ്ട്. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ റൈറ്റ് സൈഡിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലും ലെഫ്റ്റ് സൈഡിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവുമാണ്. എന്നാൽ രണ്ടിടത്തുമുള്ള ഫ്ലൂയിഡ് കണ്ടന്റ് ഈക്വലും ആണ്. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ സൊല്യൂട്ടിനെ ഈക്വൽ ആക്കാൻ വേണ്ടി, രണ്ട് ഭാഗത്തെയും സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആക്കാൻ വേണ്ടി വെള്ളം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് സൊല്യൂട്ട് കൂടുതലുള്ള ഭാഗത്തോട്ട്, അതായത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്ത് നിന്ന് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തോട്ട് അതിന്റെ സോൾവെന്റ് മൂവ് ചെയ്യുന്നു. ഇവിടെ നോക്കുക, അടുത്ത ലേറ്റർ എഫക്റ്റ് എന്താണ്? ഇവിടെ കൂടുതലുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മോളിക്യൂൾസ് തന്നെയാണ് ഇവിടെ എപ്പോഴും ഉള്ളത്. പക്ഷേ സോൾവെന്റ്, അതായത് നമ്മുടെ സൊല്യൂഷൻ ഇങ്ങോട്ട് പോയി ഇതേ കോൺസെൻട്രേഷൻ ഇവിടെയും ആക്കി എടുക്കുന്നു. ദാറ്റ് ഈസ് ഓസ്മോസിസ്. അതായത് ത്രൂ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ, അവിടെ സോൾവെന്റ് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തോട്ട് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തു നിന്നും സോൾവെന്റ് മൂവ് ചെയ്യുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു സൊല്യൂട്ടിന്റെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റിന്, ഇങ്ങനെ ഒരു മൂവ്മെന്റ് സഹായിക്കുന്ന പ്രഷർ, അതിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോസിസിന്, സോൾവെന്റിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്ന പ്രഷർ, അതിനെ എന്ത് പറയുന്നു? ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ പാസീവ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. പാസീവിനകത്ത് ഡിഫ്യൂഷൻ പറഞ്ഞു, ഡിഫ്യൂഷനകത്ത് സിമ്പിളും ഫെസിലിറ്റേറ്റഡും പറഞ്ഞു, പിന്നെ നമ്മൾ ഓസ്മോസിസിനെ കുറിച്ചും പറഞ്ഞു. ഇനി രണ്ടാമത്തെ സെക്ഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്സ്. അതായത് ഈ ആക്റ്റീവ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം, ഇറ്റ് നീഡ്സ് എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഹിയർ സബ്സ്റ്റൻസസ് ആർ ട്രാൻസ്പോർട്ടഡ് അഗൈൻസ്റ്റ് ദെയർ കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഗ്രേഡിയൻറ്റ്. കെമിക്കൽ ഗ്രേഡിയൻറ്റിനും ഇലക്ട്രിക്കൽ ഗ്രേഡിയൻറ്റിനും എതിരായിട്ട്, ഓപ്പോസിറ്റ് ആയിട്ട് സബ്സ്റ്റൻസസ് മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് നീഡ്സ് energy. So this needs energy. That's why it is known as active transport. There are 4 sections, 4 transport process in active. First one is primary active transport process. Second one is secondary active transport process. Third one, carrier type processes. Fourth one, vesicular transport process. There are 4 types active transport processes: primary, secondary, carrier and vesicular. One by one ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ഫസ്റ്റ് വൺ, പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്. എന്താണ് പ്രൈമറി ആക്റ്റീവ് എന്ന് പറയുന്നത്? ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എനർജി യൂസ് ചെയ്യുന്നു. സോ ഹിയർ പ്രൈമറി മീൻസ് ദേ ഡയറക്ട്ലി യൂസ് ദ എനർജി. പ്രൈമറി മീൻസ് ഡയറക്ട്ലി എന്നുള്ളൊരർത്ഥം മനസ്സിലോർത്ത് വെക്കുക. പ്രൈമറി ഡയറക്ട്ലി യൂസ് ദ എനർജി obtained from the hydrolysis of adenosine triphosphate. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, എനർജി കറൻസി എന്നറിയപ്പെടുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ATP ആണ്. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ കറൻസി നമുക്കുണ്ടാകും. അതുപോലെ നമ്മുടെ ശരീരത്തിലെ എനർജി നമ്മൾ അളക്കുന്നത് ATP എന്നുള്ള കറൻസിയിലാണ്, അതായത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിൽ ഹൈഡ്രോലൈസിസ് നടക്കുമ്പോൾ വാട്ടർ മോളിക്യൂൾ ചേർന്ന് അതിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോൾ അത് ADP ആയിട്ട് മാറും, അതായത് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുകയും അതിൽ നിന്ന് അവിടെ എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും. സോ ഇവിടെ ഡയറക്ട്ലി ഹൈഡ്രോലൈസിസ്, ATPയിൽ ഹൈഡ്രോലൈസിസ് നടന്ന് അതിൻ്റെ ഫലമായിട്ട് അവിടെ എനർജി യൂസ് ചെയ്യുന്നത്, ഡയറക്ട്ലി അവിടെ എനർജി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ മെത്തേഡിനെ നമ്മൾ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് തന്നെ 3 എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോഡിയം പൊട്ടാസ്യം പമ്പ്, കാൽസ്യം പമ്പ്, പൊട്ടാസ്യം ഹൈഡ്രജൻ പമ്പ്. ഇത് 3ഉം പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ആണ്. എങ്ങനെയാണെന്ന് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ സോഡിയം പൊട്ടാസ്യം പമ്പ് ഓർ സോഡിയം പൊട്ടാസ്യം എന്നുള്ളതിന് സിമ്പിളായിട്ട് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം ATPase എന്നും ചോദിക്കാം. ഇത് കോമൺ ആയിട്ട് 1 word ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. സോഡിയം പൊട്ടാസ്യം പമ്പ് ഏത് തരം ട്രാൻസ്പോർട്ടിന് എക്സാമ്പിളാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണോ, പാസീവ് ട്രാൻസ്പോർട്ടാണോ, പ്രൈമറി ആക്റ്റീവ് ആണോ, സെക്കൻഡറി ആക്റ്റീവ് ആണോ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ, ഡിഫ്യൂഷൻ ആണോ, ഓസ്മോസിസ് ആണോ എന്നിങ്ങനെ ഓപ്ഷൻസ് ഇട്ട് ചോദിക്കാം. സോ യു ഷുഡ് നോ ഇറ്റ് ഇസ് ആൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇൻ ദാറ്റ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓൾസോ സ്പെസിഫിക്കലി പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സോ സോഡിയം പൊട്ടാസ്യം പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കൂ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ പമ്പ് ഫൗണ്ട് ഇൻ ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു മെക്കാനിസം, ഒരു പമ്പാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. നോക്കൂ, ഇവിടെ ഞാൻ പല ക്ലാസ്സുകളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സോഡിയം ഓൾവേസ് ഹയർ ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ശരീരത്തിലെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഏറ്റവും കൂടുതലുള്ള കണ്ടന്റ് സോഡിയമാണ്, കൂടുതലുള്ള ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ കെമിക്കൽ സോഡിയമാണ്. എന്നാൽ ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പൊട്ടാസ്യമാണ്. സോ ഇവിടെ രണ്ടിടത്തും സോഡിയവും പൊട്ടാസ്യവും ഉണ്ടെങ്കിലും കൂടുതലായിട്ട് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആകുമ്പോൾ സോഡിയം കൂടുതലും പൊട്ടാസ്യം കുറവുമാണ്. എന്നാൽ ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റിൽ സോഡിയം കുറവും പൊട്ടാസ്യം കൂടുതലുമാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടാസ്യവും സോഡിയവും തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുന്ന മെക്കാനിസത്തിനെയാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത്. സെല്ലിനകത്തു നിന്ന് പുറത്തോട്ടും പുറത്തു നിന്ന് അകത്തോട്ടും സോഡിയവും പൊട്ടാസ്യം എക്സ്ചേഞ്ച് ചെയ്യുന്ന രീതി, അതിനെയാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത്. ഇത് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് നടക്കുന്നത്. ഇതിന് നമ്മളെ സഹായിക്കുന്നത് ഒരു എൻസൈമാണ്. ഒരു എൻസൈമിന്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. ആ എൻസൈമിന്റെ പേരാണ് മെംബ്രെയിൻ ബൗണ്ട് ATPase. ഇറ്റ്സ് ആക്ട് ആസ് എ കാരിയർ മോളിക്യൂൾ. ഒരു കാരിയർ മോളിക്യൂൾ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇതൊരു എൻസൈമാണ്. ഈ എൻസൈം എന്തിനു സഹായിക്കുന്നു? ATPയെ ഹൈഡ്രോലൈസ് ചെയ്ത് ATPയെ കൺവേർട്ട് ചെയ്ത് ADP ആക്കി മാറ്റാൻ സഹായിക്കുന്നു. ATP ഈ ഒരു എൻസൈമിന്റെ സഹായം, ATPase എന്നുള്ള എൻസൈമിന്റെ സഹായത്തോടു കൂടി ATP ഹൈഡ്രോലൈസ് ചെയ്ത് ADP ആയി മാറുകയും ഇതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുകയും ഈ എനർജിയുടെ സഹായത്തോടെ അവിടെ സോഡിയം പുറത്തോട്ടും പൊട്ടാസ്യം അകത്തോട്ടും എന്നുള്ള ഒരു പമ്പിംഗ് മെക്കാനിസം അവിടെ നടക്കുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്സിലെ ഫസ്റ്റ് എക്സാമ്പിൾ സോഡിയം പൊട്ടാസ്യം പമ്പ്. സോ ATPase എന്നുള്ള എൻസൈം അത് നമ്മുടെ ATPയെ ഹൈഡ്രോലൈസ് ചെയ്ത് ADP പ്രൊഡ്യൂസ് ചെയ്യാനും അവിടെ എനർജി റിലീസ് ചെയ്യാനും സഹായിക്കുന്നു. ഈ എനർജിയുടെ സഹായത്തോട് സോഡിയം ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റിൽ നിന്ന് എക്സ്ട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റിലോട്ടും അതുപോലെ പൊട്ടാസ്യം എക്സ്ട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റിലോട്ടും മൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. നെക്സ്റ്റ് രണ്ടാമത്തത് കാൽസ്യം പമ്പ് അല്ലെങ്കിൽ കാൽസ്യം ATPase. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ATPase അതർ ദാൻ സോഡിയം പൊട്ടാസ്യം ATPase. സോഡിയം പൊട്ടാസ്യം ATPase അല്ലാതെ മറ്റൊരു ATPase ആണ്, ഒരു എൻസൈമാണ് ഈ പറയുന്നത്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സാക്രോ പ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് മസിൽ സെല്ലുകളിലാണ് നമുക്ക് കാൽസ്യം വേണ്ടത്. അവിടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് ഈ ഒരു കാൽസ്യം ATPase കാണപ്പെടുന്നത്. മെയിനായിട്ട് ഇൻട്രാ സെല്ലുലാർ അയോണിക് കാൽസ്യം കോൺസെൻട്രേഷൻ അവിടെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യണം. 0.1 mol/L ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കൂടാതെയും കുറയാതെയും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു
കാൽസ്യം പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അത് നമുക്കിവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെയും ഈ കാൽസ്യം ഉള്ളിലോട്ട് സെല്ലിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ATPase എൻസൈമാണ് അതിനെ ക്യാരി ചെയ്ത് സെല്ലിനുള്ളിലോട്ട് കൊണ്ടുപോവുകയും അവിടെ നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് സെക്കൻഡ് എക്സാമ്പിൾ, പ്രൈമറി ആക്റ്റീവിൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ. ഇനി വീണ്ടും ഉണ്ട് പൊട്ടാസ്യം ഹൈഡ്രജൻ പമ്പ് ഉണ്ട്, പിന്നെ പ്രോട്ടോൺ ATPase. അപ്പോൾ അതൊന്നും അങ്ങനെ കൂടുതലായിട്ട് ചോദിക്കാറില്ല, എന്നാൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോഡിയം പൊട്ടാസ്യം പമ്പ് പോലെ പൊട്ടാസ്യം ഹൈഡ്രജന് എക്സ്ചേഞ്ച് നടക്കുന്നത് ഗാസ്ട്രിക് മ്യൂക്കസൈൽ, റീനൽ ട്യൂബ്യൂൾസിലൊക്കെ പൊട്ടാസ്യം ഹൈഡ്രജന് എക്സ്ചേഞ്ച് നടക്കുന്നത്. റീനൽ സിസ്റ്റം ഒക്കെ നിങ്ങൾ അനാട്ടമി ഫിസിയോളജി പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഈ ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് പഠിക്കും. അവിടെയും നടക്കുന്നത് ഈ ഒരു പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് തന്നെയാണ്. സെല്ലുകൾക്കുള്ളിലോട്ടും പുറത്തോട്ടും പൊട്ടാസ്യം ഹൈഡ്രജൻ എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ഒരു ATPase, പൊട്ടാസ്യം ഹൈഡ്രജൻ ATPase എന്നുള്ള എൻസൈമിന്റെ സഹായത്തോടു കൂടിയാണ്. നെക്സ്റ്റ് അതുപോലെ പ്രോട്ടോണേസ് ATPase, ഇതും സെൽ ഓർഗനൽസിൽ, ഒരുപാട് സെൽ ഓർഗനൽസിൽ ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം, ഇതിനൊക്കെ അവിടെ അതിൻ്റെ ഉൾഭാഗം അസിഡിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈ പ്രോട്ടോൺ ATPase ആണ്. ഇതിവിടെ സെൽ മൂവ്മെന്റിന് സഹായിക്കുന്നു. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്. ഒന്നുകൂടെ ഓർത്ത് വെക്കുക, 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാം, അതുപോലെ ടോട്ടലി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം, ഡിഫറൻസ് ബിറ്റ്വീൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. സോഡിയം പൊട്ടാസ്യം പമ്പ്, കാൽസ്യം പമ്പ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രജൻ പമ്പ്, പ്രോട്ടോൺ ATPase. നെക്സ്റ്റ് രണ്ടാമത് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്. ഞാൻ ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, റിപ്പീറ്റഡ്ലി ആസ്കിങ് ഫോർ യുവർ യൂണിവേഴ്സിറ്റി എക്സാം. സോ ആ ഒരു ബേസിക് കണ്ടന്റ് മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കാം. സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ടിഷ്യൂസിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് സോഡിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കപ്പിൾഡ് ഓർ ലിങ്ക് ടു ദ ട്രാൻസ്പോർട്ട് ഓഫ് അതർ സബ്സ്റ്റൻസസ്. ദാറ്റ് ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് മെനി അയോൺസ് ആൻഡ് ന്യൂട്രിയൻസ് അലോങ് ദെയർ ഇലക്ട്രോകെമിക്കൽ എനർജി ഗ്രേഡിയൻസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ സോഡിയം ഡിപ്പെൻഡൻറ്റ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നമ്മുടെ സോഡിയം പമ്പിനൊപ്പം, സോഡിയം ട്രാൻസ്പോർട്ടിനൊപ്പം തന്നെ മറ്റു സബ്സ്റ്റൻസസും അതിൻ്റെ ഒപ്പം ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ചില അയോൺസ്, ചില ന്യൂട്രിയൻസ്, ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു വിത്ത് ദ യൂസ് ഓഫ് എനർജി. ദാറ്റ് ഈസ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എക്സാമ്പിൾസ് നോക്കൂ. Glucose and amino acids are reabsorbed from the proximal renal tubules. നമ്മുടെ കിഡ്നിയുടെ പ്രോക്സിമൽ റീനൽ ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനൽ ല്യൂമൻസ്, അവിടെ നിന്നൊക്കെ ഗ്ലൂക്കോസും അമിനോ ആസിഡ്സ് റീഅബ്സോർബ് ചെയ്യുന്നത്. അവിടെ സോഡിയം ബൈൻഡ് ചെയ്തിട്ടുണ്ട്, സോഡിയം പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റിന് ഡൗൺ ആയിട്ട് ട്രാൻസ്പോർട്ട് സെയിം ടൈം ഒരുമിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ? ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അത് ഒരു എക്സാമ്പിളാണ്. ഇനി ഇത് കൂടാതെ കാൽസ്യം ഈസ് എക്സ്ചേഞ്ച് ഫ്രം ദ സൈറ്റോപ്ലാസം ഓഫ് കാർഡിയാക് ആൻഡ് അതർ മസിൽസ് ഫോർ എക്സ്ട്രാ സെല്ലുലാർ സോഡിയം. സോഡിയത്തിനൊപ്പം കാൽസ്യം അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. നമ്മുടെ കാർഡിയാക് മസിൽസിലും അതുപോലെ തന്നെ മറ്റു മസിൽസുകളിലും സോഡിയം കാൽസ്യം എക്സ്ചേഞ്ച് നടക്കുന്നു. ദാറ്റ് ഈസ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഈ ഒരു കാൽസ്യം സോഡിയം എക്സ്ചേഞ്ച് നടക്കുന്നത് കൊണ്ടാണ് നമുക്കവിടെ മസിൽസ് നമ്മുടെ ശരീരത്തിൽ റിലാക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് അയോഡൈഡ് പമ്പ്. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഗ്ലൂക്കോസ് അബ്സോർഷൻ, അമിനോ ആസിഡ്സ് അബ്സോർഷൻ, കാൽസ്യം സോഡിയം എക്സ്ചേഞ്ച്, അയോഡൈഡ് പമ്പ്. ദീസ് ആർ ഓൾ ഹാപ്പനിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ദാറ്റ് മീൻസ് സോഡിയത്തിനൊപ്പം മറ്റൊരു അയോണോ മറ്റൊരു ന്യൂട്രിയൻസോ കൂടെ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ഡിപ്പെൻഡഡ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇതിനെ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത് കാരിയർ ടൈപ്പ് പ്രോസസ്സസ്. കാരിയർ മീൻസ് യു നോ ബട്ട് സംബഡി ഈസ് സപ്പോർട്ടിങ് കാരിയർ സംതിങ്. എന്താ പറയുക, ഒരു വെഹിക്കിൾ പോലെ നമ്മൾ വണ്ടിക്കകത്ത് കയറി യാത്ര ചെയ്യുന്നത് പോലെ നമുക്ക് എന്താണോ അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അത് ഒരു വാഹനത്തിലുള്ള ഒരു കാരിയറിനുള്ളിൽ കയറിയിരിക്കുന്നു. അതിൻ്റെ സഹായത്തോടെ ട്രാൻസ്പോർട്ട് നടക്കുന്നു. ഇതാണ് കാരിയർ ടൈപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഹിയർ carriers are transport proteins that binds ion and other molecules then change their configuration. നമ്മുടെ കാരിയർ പ്രോട്ടീനകത്ത് ഈ എന്താണോ കാരിയർ ഉള്ളത് അത് ഉള്ളിലെത്തുന്നു. ഇത് ഉള്ളിലെത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ മാറുകയും മൂവിങ് ദ ബൗണ്ട് മോളിക്യൂൾസ് ഫ്രം വൺ സൈഡ് ടു അതർ സൈഡ് ഓഫ് ദ സെൽ മെംബ്രെയിൻ. എന്നിട്ട് കോൺഫിഗറേഷൻ മാറി ഇതെന്ത് ചെയ്തു? സെൽ മെംബ്രെയിൻ്റെ ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തിലോട്ട് പോകുന്നു. ഇനി ഈ കാരിയർ ടൈപ്പ് നമ്മൾ എന്താ പല തരത്തിലുണ്ട്. ഒന്ന് യൂണിപോർട്ടേഴ്സ്, സെക്കൻഡ് വൺ സിംപോർട്ടേഴ്സ്, തേർഡ് വൺ ആൻറ്റിപോർട്ടേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. യൂണിപോർട്ടർ, സിംപോർട്ടർ, ആൻറ്റിപോർട്ടർ. യൂണിപോർട്ടർ ആർ കാരിയേഴ്സ് ദാറ്റ് ട്രാൻസ്പോർട്ട് സിംഗിൾ പാർട്ടിക്കിൾ, only one particle at a time.
in only one direction. Such type of facilitated diffusion of glucose. ഈ കാരിയറിനെ എന്ത് പറയുന്നു? യൂണിപോർട്ടർ എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത് സിംപോർട്ടർ എന്ന് പറഞ്ഞാൽ കോ ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫ് 2 particles ടുഗദർ ഇൻ ദ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷനിൽ തന്നെയാണ്, പക്ഷേ ഇവിടെ ഒരു പാർട്ടിക്കിൾ അല്ല, 2 പാർട്ടിക്കിൾ ഒരേ സമയം അവിടെ മൂവ് ചെയ്യാൻ പറ്റുന്നു. സെക്കൻഡറി ടു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്ലൂക്കോസ്. നെക്സ്റ്റ് ആന്റിപോർട്ടേഴ്സ്. എന്താണ് ആന്റിപോർട്ടേഴ്സ് എന്ന് പറയുന്നത്? കൗണ്ടർ ട്രാൻസ്പോർട്ട് എന്ന് മറ്റൊന്ന് പേര് പറയാറുണ്ട്. ട്രാൻസ്പോർട്ട് മോളിക്യൂൾസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ 2 ട്രാൻസ്പോർട്ടേഴ്സ് തന്നെ നമുക്ക് നടത്താൻ പറ്റുന്നു, പക്ഷേ ഒന്ന് ഒരു ഡയറക്ഷനിലോട്ടും മറ്റൊന്ന് വേറൊരു ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നത്. ദാറ്റ് ഈസ് ആന്റിപോർട്ടേഴ്സ്. യൂണിപോർട്ടേഴ്സ്, സിംപോർട്ടേഴ്സ്, ആന്റിപോർട്ടേഴ്സ്. ഈ ആന്റിപോർട്ടേഴ്സിന് എക്സാമ്പിളാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞത്, സോഡിയം കാൽസ്യം എക്സ്ചേഞ്ച്, സോഡിയം ഹൈഡ്രജൻ എക്സ്ചേഞ്ച്. ഇതൊക്കെ ആന്റിപോർട്ടർ. ഒന്ന് ഒരു ഭാഗത്ത്, ഒന്ന് പുറമെ നിന്ന് അകത്തോട്ട് വരുമോ, ഒന്ന് അകമേ നിന്ന് പുറത്തോട്ട് പോകുന്നു. ദാറ്റ് ഈസ് ആന്റിപോർട്ടർ. സോ ദീസ് ആർ ദ കാരിയർ ടൈപ്പ് പ്രോസസ്സസ്. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പറഞ്ഞു, സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പറഞ്ഞു, കാരിയർ ടൈപ്പ് പ്രോസസ്സ് പറഞ്ഞു, കാരിയർ ടൈപ്പിൻ്റെ 3 എക്സാമ്പിൾസ്, 3 ടൈപ്സ് പറഞ്ഞു. ഇനി ലാസ്റ്റ് ട്രാൻസ്പോർട്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ തന്നെ 4ാമത്തെ സെക്ഷനാണ് വെസിക്കുലാർ ട്രാൻസ്പോർട്ട് പ്രോസസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ക്യാൻ ബി ആസ്ക്ഡ് ഫോർ യുവർ എക്സാം. വെസിക്കുലാർ ട്രാൻസ്പോർട്ട് പ്രോസസ് ഓർ ട്രാൻസൈറ്റോസിസ് എന്നാണ് അതിന് പറയുന്നത്. എന്താണ് ട്രാൻസൈറ്റോസിസ്? മെനി സബ്സ്റ്റൻസസ് ആർ ട്രാൻസ്പോർട്ടഡ് അക്രോസ് ദ സെൽ മെംബ്രെയിൻ ബൈ എൻഡോസൈറ്റോസിസ് ഓർ എക്സോസൈറ്റോസിസ്. എന്താണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്? അവിടെ 2 ടൈപ്പ് ഉണ്ട്. എൻഡോസൈറ്റോസിസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ഫാഗോസൈറ്റോസിസ്, മറ്റൊന്ന് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. വെസിക്കുലാർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ട്രാൻസൈറ്റോസിസ് എന്ന് പറയുന്ന മെത്തേഡിൽ 2 നമ്മൾ പ്രധാനമായിട്ട് മെൻഷൻ ചെയ്യുന്നു. എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ്. ഫസ്റ്റ് നമ്മളിവിടെ ഇത് നമ്മൾ ഈ എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ് തമ്മിൽ വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാറുണ്ട്. ഇനി എൻഡോസൈറ്റോസിസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫാഗോസൈറ്റോസിസും മറ്റൊന്ന് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസും. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊന്ന് പറയുന്നു സെൽ ഈറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മീൻസ് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തന്ന് കേട്ടിട്ടുണ്ടാകും. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എക്സ്ട്രാ സെല്ലുലാർ സബ്സ്റ്റൻസസ് ലൈക്ക് ബാക്ടീരിയ, ഡെഡ് ടിഷ്യൂ or foreign particles are engulfed by the cell. This is a cell. ഇവിടെ ഒരു ബാക്ടീരിയ വന്നു. സോ ഇവിടെ നമ്മുടെ ബാക്ടീരിയ, ഈ സെൽ വാൾ എന്ത് ചെയ്യും? ഇതിന് ഇങ്ങനെ ഈ ഒരു റീപൊസിഷൻ നടക്കുന്നു. ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിനെ അല്ലെങ്കിൽ എന്താണ് ഡെഡ് ടിഷ്യൂ അതിനെ ഇതിനകത്തുള്ളിലാക്കുന്നു, ഇവിടെ കവറാക്കുന്നു. ഇതിനെയാണ് സെൽ ഈറ്റിംഗ് അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഈ സബ്സ്റ്റൻസസ് പിന്നെ എന്ത് ചെയ്തു? സെൽ മെംബ്രെയിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ സെൽ മെംബ്രെയിനിലോട്ട് എത്തുന്നു. അത് സെൽ മെംബ്രെയിൻ ഒരു കർവ് പോലെ ആയി അതിനെ ഇതിൻ്റെ ഉള്ളിലാക്കുന്നു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. ഈ എൻഡോസൈറ്റിക് വെസിക്കിൾ പിഞ്ചസ് ഓഫ് ഫ്രം ദ സെൽ മെംബ്രെയിൻ. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിങ്ങനെ ഒരു ബോളായിട്ട് ഈ സെൽ മെംബ്രെയിനിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു. അനദർ ഇൻട്രാസെല്ലുലാർ വെസിക്കിളായിട്ട് അവിടെ മാറുന്നു. ഇതാണ് ഫാഗോസൈ. അപ്പോൾ അതിനകത്തുള്ള ബാക്ടീരിയ അവിടെ നശിച്ചു പോയിട്ടുമുണ്ടാകും. ഇതിന് ഫാഗോസൈറ്റോസിസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. എന്താണ്? മെറ്റീരിയൽ ടു ബി ട്രാൻസ്പോർട്ടഡ് ഫസ്റ്റ് ബൈൻഡ് ടു റിസപ്റ്റർ, then receptor substance complex is ingested by endocytes. ആദ്യം എന്ത് സബ്സ്റ്റൻസ് ആണോ നമുക്ക് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അത് അവിടുത്തെ റിസപ്റ്ററിൽ അറ്റാച്ച് ചെയ്ത് റിസപ്റ്റർ സബ്സ്റ്റൻസ് കോംപ്ലക്സ് ആയി മാറുന്നു. പിന്നെ അത് ഇതുപോലെ എൻഡോസൈറ്റസിസ് വഴി നമ്മളവിടെ എൻഗൾഫ് ചെയ്യുന്നു. എക്സാമ്പിൾ ലൈക്ക് അയൺ, കൊളസ്ട്രോൾ, ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തത് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് വഴിയാണ്. ദീസ് ആർ ദ 2 types ഓഫ് എൻഡോസൈറ്റോസിസ്. നെക്സ്റ്റ് വൺ, അടുത്ത മെത്തേഡ് എക്സോസൈറ്റോസിസ്. വാട്ട് ഈസ് മീൻ ബൈ എക്സോസൈറ്റോസിസ്? ഹിയർ സബ്സ്റ്റൻസ് ആർ സെക്രീറ്റഡ് ബൈ ദ സെൽസ് ആർ ട്രാപ്ഡ് വിത്തിൻ ദ വെസിക്കിൾസ് ഓർ ഗ്രാനുൾസ് വിച്ച് ഫ്യൂസ് വിത്ത് ദ മെംബ്രെയിൻ ആൻഡ് റിലീസ് ദെയർ കണ്ടന്റ് ഇൻ ടു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഇവിടെ ഈ ഒരു എന്ത് കണ്ടന്റ് ആണോ സെല്ലിൻ്റെ മെംബ്രെയിനിൽ ട്രാപ്ഡ് ആകുന്നത് അത് എങ്ങോട്ട് റിലീസ് ചെയ്യുന്നു? എക്സ്ട്രാ സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റിൽ. സെൽ മെംബ്രെയിനായിട്ട് ഫ്യൂസ് ചെയ്ത് പിന്നെ അതിൻ്റെ കണ്ടന്റ് എക്സ്ട്രാ സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റിലോട്ട് അവിടെ എക്സ്പെൽ ഔട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന കണ്ടന്റ്, ദിസ് ലീവ്സ് ദ കണ്ടന്റ്സ് ഓഫ് ദ വെസിക്കിൾസ്, ഗ്രാന്യൂൾസ് ഔട്ട്സൈഡ് ദ ബോഡി. സെല്ലിനകത്തുള്ള ഗ്രാന്യൂൾസോ വെസിക്കിൾസോ സെൽ മെംബ്രെയിൻ്റെ പുറത്തു പോകാൻ ഈ ഒരു എക്സോസൈറ്റോസിസ് സഹായിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് എങ്ങനെ ഇവിടെ നോക്കൂ. എൻഡോസൈറ്റോസിസ് ആണ്. ഇവിടെ ഇത് പ്ലാസ്മ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ ആണ്. ഇവിടെ ഒരു സോളിഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ വന്നു, ഇവിടെ ഇത് എൻഗൾഫ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതൊരു റൗണ്ട് ഇതായിട്ട് മാറി അത് സെപ്പറേറ്റ് ഫാഗോസമായി മാറുന്നു സെല്ലിനുള്ളിലോട്ട്. ഇനി അതിവിടെ ക്ലിയറി നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഒരു ബാക്ടീരിയ ഇവിടെ എത്തുന്നു, ഇതിങ്ങനെ ജോയിൻ ചെയ്യുന്നു, ഇതിവിടെ
ഇങ്ങനെയായി മാറുന്നു, വെസിക്കിൾസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻഡോസൈറ്റോസിസ്. ഇത് പിനോസൈറ്റോസിസ്, ഇത് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. നെക്സ്റ്റ് അടുത്തത് എക്സോസൈറ്റോസിസ്. എക്സോസൈറ്റോസിസ് എന്താ ചെയ്യുന്നത്? ഇവിടെയും സെൽ മെംബ്രെയിനിൽ ഇത് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഈ സെൽ മെംബ്രെയിൻ എന്തായിരുന്നു, ഇതായി അകത്തായിട്ട് മാറുന്നു. അത് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഈ ഒരു ഇതിനകത്ത് എന്താണോ സബ്സ്റ്റൻസ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് ആ ഒരു ട്രാൻസ്പോർട്ടിംഗ് മെക്കാനിസം ഇവിടെ സെൽ മെംബ്രെയിനിൽ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് ഈ സെൽ മെംബ്രെയിൻ ബ്രേക്ക് ഡൗൺ ആയി പുറത്തോട്ട് ഇതിനകത്തുള്ള കണ്ടന്റ് പുറത്തോട്ട് കളയുന്നു. എന്താണോ നമുക്ക് കണ്ടന്റ് പുറത്തോട്ട് പോവേണ്ടത് അതിവിടെ വരുന്നു, ഒരു വെസിക്കിൾ ഗ്രാന്യൂൾ പോലെ വരുന്നു. ഗ്രാന്യൂൾ വന്ന് സെൽ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്യുന്നു. സെൽ മെംബ്രെയിൻ ഇവിടെ ബ്രേക്ക് ഡൗൺ ആകുന്നു, ഇതിനകത്തുള്ള കണ്ടന്റ് പുറത്തോട്ട് പോകുന്നു. ഇതിനെ എക്സോസൈറ്റോസിസ് എന്ന്. എൻഡോസൈറ്റോസിസ് മീൻസ് പുറത്തുള്ള വസ്തു അകത്തോട്ട്, സെൽ മെംബ്രെയിൻ അകത്തോട്ട് വരുന്നു. എക്സോസൈറ്റോസിസ് മീൻസ് അകത്തുള്ളൊരു വസ്തു സെൽ മെംബ്രെയിനിലൂടെ പുറത്തോട്ട് പോകുന്നു. സോ ദീസ് ആർ ഓൾ ദ different mechanism of transport across cell membrane. It's very, very important. Each and every point can be asked for 1 mark question. അതുപോലെ ഇതിനകത്തുള്ള പല വേർഡ്സ് ടെർമിനോളജീസ് യൂസ് 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. ടോട്ടലി 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നുകൂടെ ഞാനത് സമറൈസ് ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന്. നമ്മുടെ ഇവിടെ പഠിച്ചത് ട്രാൻസ്പോർട്ട് അക്രോസ് സെൽ മെംബ്രെയിൻ ആണ്. അതിൽ 2 ടൈപ്പ് ഉണ്ട്, പാസീവും ആക്റ്റീവും. പാസീവിൽ ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. ആക്റ്റീവിൽ പ്രൈമറി, സെക്കൻഡറി, കാരിയർ, വെസിക്കുലാർ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ തരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ, ഇതുവരെയും അനാട്ടമി പഠിക്കാൻ തയ്യാറായിട്ടില്ലാത്തവർ അല്ലെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ, അത് നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാം. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചാനലിൽ ഫ്രീ ക്ലാസ്സസ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുമല്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാം. വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങളുടെ എക്സാം വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിനുവേണ്ടി നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് കോഴ്സിന് ജോയിൻ ചെയ്ത് തറവായിട്ട് പഠിക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോഴ്സിലൂടെ നിങ്ങൾക്ക് എല്ലാ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സും നോട്ട്സും ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങളുടെ ഫൈനൽ എക്സാമിന് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും MCQs എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാനുള്ള MCQs ടെസ്റ്റുകളും, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ്, നിങ്ങളുടെ കോഴ്സ് തീരുന്നത് വരെയുള്ള ഡൗട്ട്സ് ക്ലിയറൻസ് ഉൾപ്പെടെയാണ് നമ്മുടെ പാക്കേജ് എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് കോഴ്സിന് ജോയിൻ ചെയ്യുക. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് കോഴ്സിനൊന്നും ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ സ്വയം പഠിക്കുക. സിലബസ് ബേസ്ഡ് ആയിട്ട് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നമ്മുടെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ ബൈ.